നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അതിപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നേട്ടങ്ങളായോ കോട്ടങ്ങളായോ ഉണ്ടാകാറുണ്ട്. ഒരു മനുഷ്യന് ഉയർച്ചകൾ സംഭവിക്കുക, അത് തുടർച്ചയായി സംഭവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഉയർച്ച താഴ്ചയിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഉയർച്ചകൾ സംഭവിക്കുന്ന സ്ഥിതിയിൽ പെട്ടെന്നായിരിക്കും താഴ്ചകൾ ഉണ്ടാകുന്നത്. വിജയത്തോടൊപ്പം തന്നെ പരാജയമുണ്ട് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു സമയം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്ത് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. രാജകീയ പദവിയോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് പോലും ഇവർ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കും. സാമ്പത്തിക ദുരിതങ്ങൾ, കടബാധ്യതകൾ, രോഗ ദുരിതങ്ങൾ, പരാജയം, ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്ന സാഹചര്യം ഇത്യാദി കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷ വയ്ക്കാതെ തന്നെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളോടുകൂടി അവരുടെ ജീവിതം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ള ഒരു സമയം ഉപയോഗപ്പെടുത്തുന്ന മാത്രയിൽ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുകയും അതിലൂടെ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിത വിജയത്തിലൂടെ അവരുടെ എല്ലാവിധ പോരായ്മകളും മറികടക്കാൻ സാധിക്കും. വിജയം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ആ ഒരു കടന്നുവരവ് അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിത വിജയത്തിന്റെയും പാത വെട്ടിത്തുറക്കും. അത്തരത്തിൽ മഹത്തായ നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്തിൽ നിന്നും ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നു. നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരുടെ കൂടെ വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക പരാധീനതകളിൽ നിന്നും ഇവർ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നേട്ടങ്ങൾ, സാമ്പത്തിക മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു. മികച്ച ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പാൽപായസ വഴിപാട് സമർപ്പിച്ച് വ്യാഴാഴ്ച ദിവസത്തിൽ ഈ ഒരു വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ നടക്കാത്ത കാര്യങ്ങളും നടന്നു കിട്ടുകയും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് പല വിധത്തിലുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യും. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പലതും വഴുതി പോയിട്ടുണ്ട്. ജീവിതത്തിൽ അങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ഭാഗ്യം, അവരുടെ എല്ലാവിധ ഐശ്വര്യവും ശരിക്കും ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ജീവിത വിജയം നേടുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ അനിശ്ചിതാവസ്ഥകൾ, താൽക്കാലിക ജോലി പോലും ലഭിക്കാതെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു പോലും അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ജോലി, ഉയർന്ന വരുമാനം,
നല്ല പദവി ഇതൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നുചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിത വിജയത്തിലൂടെ ഉയർന്ന വരുമാനം നേടുന്നതിനും ഉയർന്ന രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ വന്നുചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. എന്നിരുന്നാലും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക. ദേവിക്ക് കടുംപായസം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്ക് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, മനസ്സിന് സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ മറികടക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ ഉന്നത വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നുചേരും. മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുകയും അപ്രതീക്ഷിത ധനയോഗത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഒട്ടനവധി നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. കുടുംബൈശ്വര്യത്തിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. കുടുംബക്ഷേത്രത്തിലും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും ഈ ഒരു നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങൾക്ക് പോലും ഒട്ടേറെ അവസരങ്ങളും ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും സുഖത്തോടുകൂടി അവർ വീടിന് വെളിയിലിട്ട് ഇറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യം. ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യം ഇവർക്ക് രോഗ ദുരിതങ്ങൾ മാറുന്നതിനും ദുഃഖ ദുരിതങ്ങൾ മാറുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ തെളിയുന്നു. അതോടൊപ്പം തന്നെ ഔഷധ സേവ, ചികിത്സാ മാർഗങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർക്ക് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനത്തോടു കൂടിയ ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ കുറച്ചു നാളുകളായി ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിൻ്റെ പരിസമാപ്തി, അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു സമ്മാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഒരു സാഹചര്യങ്ങൾ, ലോട്ടറി ഭാഗ്യം, അത് വിദേശ രാജ്യങ്ങളിൽ നിന്നോ സ്വദേശത്ത് നിന്നോ ഉള്ള വലിയ തുകയ്ക്കുള്ള കോടികൾ തന്നെ വിലമതിക്കാനാകുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതോടൊപ്പം തന്നെ രാജയോഗ തുല്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യും. അനുകൂലമായ സാഹചര്യത്തോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് ഇവർ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജോലിയിൽ സ്ഥിരത ലഭിക്കാതിരിക്കുക, ജോലിയിൽ ഉത്സാഹം കാണാതിരിക്കുക, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്ന സമയമാണ്. അതായത് കടബാധ്യത ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കടബാധ്യതകളൊക്കെ തീർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു നല്ല അവസരം, സുവർണാവസരം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്.
സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. മികച്ച അവസരങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ വാക്കുതർക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി, സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാനുള്ള അവസരങ്ങൾ ഒന്നിച്ചേരുകയും മികച്ച രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പായും ഇവർക്ക് ലഭിക്കും. ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ വിനിയോഗിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹത്തായ നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഇവർക്ക് വന്നു ചേരും. ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവർ കരകയറും. സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന സമയം എന്ന് പറയുന്നത്. ജീവിത വിജയം, ഉയർന്ന വരുമാനം ഇതൊക്കെ അവർക്ക് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധി, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉന്നതി തന്നെയാണ് ഇവരെ തേടിയെത്തുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നു. വരുമാന വർധനവൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന സമയമാണ്. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു. ഉയർന്ന വരുമാനം, മിന്നുന്ന നേട്ടങ്ങൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ഉയർന്ന വരുമാനമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. മികച്ച അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലൊക്കെ ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് അവിടെ വലിയ ഉന്നതികളും നേട്ടങ്ങളുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേർന്നിരിക്കുന്നു. ഈ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.